എറണാകുളം കുറുപ്പംപടിയിൽ ഇന്ന് നടന്ന ഒരു കൊലപാതക ദൃശ്യത്തിലേക്കാണ് ക്രൈം ഫയൽ ആദ്യം കടക്കുന്നത്. ആ ദൃശ്യം ഒന്ന് കാണാം. അത്യന്തം ഭയപ്പെടുത്തുന്ന ഒരു ഭീകരമായൊരു ദൃശ്യമാണത്. ഇന്ന് എറണാകുളം കുറുപ്പംപടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ അടിച്ചു കൊല്ലുന്ന ദൃശ്യമാണ്. പശ്ചിമ ബംഗാൾ സ്വദേശി പ്രഭാത് ചന്ദ്ര ബർമനാണ് കൊല്ലപ്പെട്ടത്. ആ രണ്ട് അസം സ്വദേശികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. നടുക്കുന്നൊരു ദൃശ്യമാണ്. എസ് രാഗിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഈ CCTV ദൃശ്യം പുറത്തു വരുന്നതുവരെ ഇതര സംസ്ഥാന തൊഴിലാളി അടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത മാത്രമാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയും ക്രൂരമായ ദൃശ്യമാണ്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്? അനശ്വര സൂചിപ്പിച്ചതുപോലെ വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. വൈകിട്ട് 4:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള പ്രഭാത് ചന്ദ്ര ബർമനാണ് കൊല്ലപ്പെട്ടത്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളി, അവിടെ ഒരു പ്ലൈവുഡ് സ്ഥാപനത്തിൽ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുണ്ടായ തർക്കമാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. വളരെ ക്രൂരമായി രണ്ടുപേർ മർദ്ദിക്കുന്നുണ്ട്. എന്തായാലും പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ വേഗത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ രണ്ടുപേരുടെ പേര് പ്രജ്ഞാൽ ബുർവാസ്, അതോടൊപ്പം തന്നെ ബാബുൽ ബഹ്റലി. ഇവർ രണ്ടുപേരും അസം സ്വദേശികളാണ്. പോലീസ് പറയുന്നത് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന പ്രഭാത് ചന്ദ്ര ബർമൻ, അദ്ദേഹം അവിടെ ഒരു പ്ലൈവുഡ് കമ്പനിയിലെ സൂപ്പർവൈസർ ആയിരുന്നു. ആ സൂപ്പർവൈസർക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ഈ രണ്ടുപേർ. അപ്പോൾ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഇവരുടെ ജോലിയിലെ പോരായ്മകൾ സംബന്ധിച്ചുള്ള കാര്യം ഈ പ്രഭാത് ചന്ദ്ര ബർമൻ ഉടമസ്ഥനെ അടക്കം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഒരു ആക്രമണത്തിലേക്ക് ചെന്ന് എത്തുകയും അതോടൊപ്പം തന്നെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റിബ്സ് അടക്കം, വരിയിലടക്കം ഒടിഞ്ഞിട്ടുണ്ടെന്നും അതൊരു പക്ഷേ ലെങ്സിലേക്കും മറ്റുമൊക്കെ കയറിയതാകാം മരണത്തിലേക്ക് നയിച്ചതെന്നൊക്കെയാണ് അനുമാനിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇപ്പോൾ ആ ടീമിലുള്ള രണ്ടുപേരാണ് പെരുമ്പാവൂർ കുറുപ്പംപടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ASP നേതൃത്വത്തിലുള്ള ടീം വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അന്വേഷിച്ച് ഇതിന്റെ എവിഡൻസ് അടക്കം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേർ പിടിയിലായിരിക്കുന്നത്. അതായത് നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശരി, എസ് രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്.